ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 15ാമത്തെ ലെസണാണ് ഇന്ന്. എല്ലാവരും പഠിച്ചു നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് താനിയ ആണ്, ദിസ് ഈസ് താനിയ. ഇത് താനിയ ആണ്, ദിസ് ഈസ് താനിയ. അപ്പോൾ ഇത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ദിസ്. ഇത് എന്നുള്ളതിന് എന്ത് പറയും? ദിസ്. ദിസ് ഈസ് എ പെൻ. ഇനിയിപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് കുറച്ച് ദൂരെയുള്ള ഒരു സാധനം എന്ന് പറയും, അത് താനിയാണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് താനിയ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇത് എന്നുള്ളതിന് ദിസ് എന്നും അത് എന്നുള്ളതിന് ദാറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ് വേർഡ്, അത് ഹുമൈറ ആണ്, ദാറ്റ് ഈസ് ഹുമൈറ. അത് ഹുമൈറ ആണ്, ദാറ്റ് ഈസ് ഹുമൈറ. ഇത് അവൻ്റെ പുസ്തകമാണ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. ഹിസ് എന്ന് പറയുമ്പോൾ അവൻ്റെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കും. ഇത് അവൻ്റെ പുസ്തകമാണ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. ഇത് അവളുടെ പേനയാണ്, ദിസ് ഈസ് ഹെർ പെൻ. അവളുടെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ഹെർ. അവളുടെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ഹെർ പെൻ എന്ന് പറയും. അവളുടെ എന്നുള്ളതിന് എന്ത് പറയും? ഹെർ പെൻ. അവൻ്റെ എന്നാണെങ്കിൽ ഹിസ്. അവൻ ഒരു ആൺകുട്ടിയാണ്, ഹീസ് എ ബോയ്. അവൻ ഒരു ആൺകുട്ടിയാണ്, ഹീസ് എ ബോയ്. അവൾ ഒരു പെൺകുട്ടിയാണ്, ഷീസ് എ ഗേൾ. അവൾ ഒരു പെൺകുട്ടിയാണ്, ഷീസ് എ ഗേൾ. ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ എന്നിങ്ങനെ പറയും. ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ. നീ ഒരു വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. നീ ഒരു വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. അതൊരു ഓറഞ്ചാണ്, ദാറ്റ്സ് എൻ ഓറഞ്ച്. അതൊരു ഓറഞ്ചാണ്, ദാറ്റ്സ് എൻ ഓറഞ്ച്. ഞാനൊരു ഭാരതീയനാണ്, ഐ ആം എൻ ഇന്ത്യൻ. ഞാനൊരു ഭാരതീയനാണെന്നുള്ളതിന് എന്ത് പറയും? ഐ ആം എൻ ഇന്ത്യൻ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇത് താനിയ ആണ്, ദിസ് ഈസ് താനിയ. അത് ഹുമൈറ ആണ്, ദാറ്റ് ഈസ് ഹുമൈറ. ഇത് അവൻ്റെ പുസ്തകമാണ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. ഇത് അവളുടെ പേനയാണ്, ദിസ് ഈസ് ഹെർ പെൻ. അവൻ ഒരു ആൺകുട്ടിയാണ്, ഹീസ് എ ബോയ്. അവൾ ഒരു പെൺകുട്ടിയാണ്, ഷീസ് എ ഗേൾ. നീ ഒരു വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. ഞാനൊരു ടീച്ചറാണ്, ഐ എം എ ടീച്ചർ. അതൊരു ഓറഞ്ചാണ്, ദാറ്റ്സ് എ ഓറഞ്ച്. ഞാനൊരു ഭാരതീയനാണ്, ഐ ആം എൻ ഇന്ത്യൻ. അപ്പം നമ്മൾ ഡെയിലി യൂസിങ് സെൻറ്റൻസ് തന്നെയാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. 10 സെൻറ്റൻസുകൾ മാത്രമേ ഒരു ദിവസം നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും ഇത് പഠിക്കുക. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറൊന്നുമല്ല, ബി.എഡ് കഴിഞ്ഞ ഒരു അധ്യാപികയാണ്. അപ്പോൾ എൻ്റെ കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തിട്ട് ഇപ്പം 4 വർഷമായി. അപ്പോൾ എൻ്റെ കൂടെ കൊച്ചിൻ്റെ കൂടെ പഠിക്കുന്ന പല അമ്മമാർക്കും ഇംഗ്ലീഷ് ചെറിയ രീതിയിൽ പോലും അറിയില്ല. ഗ്രൂപ്പിൽ വന്ന മെസ്സേജസ് ആകട്ടെ, അതിൻ്റെ അർത്ഥമൊന്നും അറിയാണ്ട് നമ്മളെ പല രീതിയിൽ വിളിച്ച്. അപ്പോൾ അവരിങ്ങനെ പറയും, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും നല്ല രീതിയിൽ ഉപകാരമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷ് തീരെ അറിയാത്ത എല്ലാ അമ്മമാരും ഈ എൻ്റെ ലെസൺസ് ഫോളോ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും ഈ ചാനൽ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കൊച്ചുങ്ങളുടെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കണം. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ജനനം മുതലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മുട്ട് സൂചി പോയാൽ എനിക്കത് മനസ്സിലാവും. അപ്പോൾ ചെറുപ്പം മുതലുള്ള സാധനം സൂക്ഷിച്ച് വെച്ച് അതെങ്ങനെ നമുക്ക് ലോങ് ലാസ്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് പഠിപ്പിക്കണം. കാരണം നമ്മളിപ്പോൾ പലരും എന്നല്ല, എൻ്റെ ഹസ്ബൻഡ് അടക്കം കൊച്ചു പറയുന്നത് ആദ്യമൊക്കെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു. വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വാശി പോലെയാണ്. അത് പറഞ്ഞാൽ കിട്ടും എന്ന് അവർക്കറിയാം. പക്ഷെ നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകും. അപ്പോൾ നമ്മളെന്ത് വേണം? നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടനുസരിച്ച്, ഇപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും അവർ പറയുന്ന സാധനങ്ങൾ അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ കുട്ടികളെ വളർത്തണം. ഇല്ലെങ്കിൽ അവർ ഭാവിയിൽ ഒരു
അക്രമ സ്വഭാവം പോലെ, അതായത് എന്തേലും കിട്ടണം എന്ന് വിചാരിച്ചാൽ ഒരു വാശി എടുക്കുന്ന രൂപത്തിലേക്ക് പോകും. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് വളർത്തണം. അത് മാത്രമല്ല, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കൊച്ചിപ്പം 4 വർഷമായി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. LKG ചിൽഡ്രൻസ് ഡേക്ക് വാങ്ങിച്ച വൈറ്റ് ക്യാപ്പാണ്. അവളിപ്പോൾ 2nd സ്റ്റാൻഡേർഡിലായി. ഇപ്പോഴും എടുക്കുന്നത് ആ വൈറ്റ് ക്യാപ്പാണ്. അവൾക്കതിന് ബുദ്ധിമുട്ടില്ല, കാരണം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട നമ്മുടെ വീട്ടിലെ സാഹചര്യമല്ല. അപ്പോൾ എന്ത് വേണം, വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയാതെ നമ്മുടെ കയ്യിലുള്ള സാധനം എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നത് നമ്മളെ കൊച്ചുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മമാർ എല്ലാം എടുത്തു വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.